Hi everyone. Calicut University M.Com 4th semester International Finance എന്ന സബ്ജക്റ്റിത്തെ 4th മൊഡ്യൂളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇന്റർനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുള്ളതാണ് നിങ്ങളുടെ 4th മൊഡ്യൂളായിട്ട് 6th ചാപ്റ്റർ ആയിട്ടാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത്. ഓക്കെ, നമ്മുടെ FD അതായത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ് പറഞ്ഞ പോലെ തന്നെ പ്രോബ്ലം ആസ് വെൽ as തിയറി വരുന്ന സബ്ജക്റ്റ് ആണ്. പക്ഷെ തിയറീസ് ആണ് നമ്മൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, FDയിലുള്ള പോലെ തന്നെ എല്ലാ ഏരിയാസും കവർ ചെയ്യാതെ മേജർ ഏരിയാസ് കവർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് ഇന്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മളുടെ 4th മൊഡ്യൂൾ ആയിട്ടുള്ള ഇന്റർനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ മുന്നിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഫാക്ടേഴ്സ് എന്താണ് എന്നുള്ളതൊക്കെ. ഇതെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഇതിന്റെ മുന്നിലത്തെ സെമ്മുകളിലൊക്കെ നിങ്ങൾ പഠിച്ചത് കൊണ്ടാണ്, അതേപോലെ ഇതിന് ക്വസ്റ്റ്യൻസുകൾ യൂണിവേഴ്സിറ്റീസ് ചോദിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ M.Com അത് അവർ ഫോക്കസ് ചെയ്യാത്തത്. മിക്കവാറും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ മറ്റുള്ള ഏരിയാസ് മാത്രം കവർ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇതില് ആദ്യം വരുന്ന കൺസെപ്റ്റ് ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അതായത് ഇന്റർനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് അനലൈസിങ് ആൻഡ് സെലക്ടിങ് ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട്. അതായത് ഏത് ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട് വേണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ് ലൈക്ക് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതിനൊക്കെയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അതേപോലെ തന്നെ ആ ഇൻവെസ്റ്റ്മെന്റ് സെലക്ട് ചെയ്തതിനും അതിന്റെ അനാലിസിസുമാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഇന്റർനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സബ്സ്റ്റാൻഷ്യൽ സ്പെൻഡിങ് ആയിട്ട് നമ്മൾ ഫോറിൻ പ്രൊജക്ട്സ് അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലുള്ള ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇന്റർനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഹോം കൺട്രിയിൽ ചെയ്യാതെ നമ്മളുടെ ഫോറിൻ കൺട്രീസിൽ നമ്മൾ ചെയ്യുന്നതിനെയാണ്, ഹോസ്റ്റ് കൺട്രീസിൽ ചെയ്യുന്നതിനെയാണ് ഇന്റർനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഇന്റർനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നമ്മൾ ചെയ്യുകയാണ് എന്നാണെങ്കിൽ അതിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതിൽ വരുന്നതാണ് ഈ കറൻസിയുടെ എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കറൻസിയിൽ വരുന്ന ചേഞ്ചസ് പറയുന്നത് ഒരു പ്രോബ്ലമാണ്. അതേപോലെ തന്നെ ടാക്സിൽ വരുന്ന ഡിഫറൻസിയേഷൻ, ദെൻ അതേപോലെ തന്നെ നമ്മളുടെ ഇൻഫ്ലേഷൻ റേറ്റ്സിൽ വരുന്ന ഡിഫിക്കൽട്ടീസ്, ദെൻ ഫോറിൻ എക്സ്ചേഞ്ചിൽ വരുന്ന റിസ്ക്, ദെൻ അതേപോലെ തന്നെ രണ്ട് കൺട്രീസ് തമ്മിലാണെങ്കിൽ അവിടെ വരുന്ന റിസ്ട്രിക്ഷൻസ്, അതേപോലെ തന്നെ നമ്മളുടെ എക്സാക്ട് റെമിറ്റൻസ് വരുന്ന സമയത്ത് അവിടുത്തെ ഓർഗനൈസേഷനിൽ വരുന്ന ഡിഫിക്കൽട്ടീസ്, ദെൻ കൺട്രി റിസ്ക് ഉണ്ടാകും, അവരുടെ എക്കണോമിക് റിസ്കോ പൊളിറ്റിക്കൽ റിസ്കോ അല്ലെങ്കിൽ മറ്റുള്ള ലീഗലി വരുന്ന എന്തെങ്കിലും പ്രോബ്ലംസോ അതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ ഫിനാൻസിങ്, നമ്മൾ ഫിനാൻസിങ്ങിൽ വരുന്ന ഓരോ കോംപ്ലിസിറ്റീസ്, ദെൻ അതേപോലെ തന്നെ കറൻസി ഇവാലുവേഷനിൽ വരുന്ന പ്രോബ്ലംസ്. ഓക്കെ, കറൻസിന്റെ ഇവാലുവേഷനിൽ വരുന്ന പ്രോബ്ലംസ്, ദെൻ ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോസ്. ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മളുടെ പാരന്റ് ഫേംസ്, അതായത് നമ്മുടെ ഹോം കൺട്രിയിൽ വരുന്ന ജനറൽ ക്യാഷ് ഫ്ലോസ്, അതേപോലെ തന്നെ നമ്മളുടെ മറ്റുള്ള സബ്സിഡറീസ് കമ്പനീസിനെയും അഫക്ട് ചെയ്യുന്ന രീതിയിലോട്ട് വരുന്നതിനെയാണ് ഈ ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അതായത് ഹോം കൺട്രിയും ഹോസ്റ്റ് കൺട്രിയും രണ്ട് കൺട്രിയിലും വരുന്ന എഫക്റ്റിനെയാണ് നമ്മൾ ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഇതിൽ വരുന്നതാണ് ഈ ടെർമിനൽ വാല്യൂസിൽ വരുന്ന എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീസ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ പ്രോബ്ലം. ഇതിൽ ലോങ് ടേം അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ അസറ്റ്സിന്റെയും ലൈബിലിറ്റിന്റെയും മാനേജ്മെന്റ് ആണ്. അതെന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഒരു ലോങ് ടേം ബേസിസിലോട്ട് പോകുന്നതാണ്. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന ഒരു ഐറ്റം ആണ് ഈ അസറ്റ്സും ലൈബിലിറ്റീസും എന്ന് പറയുന്നത്. ഈ അസറ്റ്സും ലൈബിലിറ്റീസും ലോങ് ടേം എന്നുള്ളതിന്റെ ബേസിസിലോട്ട് പോകുന്നതാണ്. അങ്ങനെ പറയുന്നത് തന്നെയാണ് നമ്മുടെ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഓക്കെ, ലോങ് ടേമിന്റെ ബേസിസിലുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ALM മെത്തേഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ടു കൺട്രോൾ റിസ്ക് എക്സിസ്റ്റൻസ്, ദെൻ സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ബിസിനസ് ത്രൂ ദ ഡൈനാമിക് ബാലൻസ് ഓഫ് ഇറ്റ്സ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസിൽ ഓരോ ഡിസിഷൻസ് എടുത്തിട്ട് ആ ഡിസിഷനെ കൺട്രോൾ ചെയ്തിട്ട് അതിന്റെ ബേസിസിലുള്ള ഒരു റിസ്ക് എക്സിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ബിസിനസിന്റെ ഗ്രോത്തിലോട്ടും ഒരു സ്റ്റെബിലിറ്റിയിലോട്ടും കൊണ്ടുപോകുന്നതിനെയാണ് നമ്മളുടെ ഈ ALM എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ALM മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് പ്രോസസ് ആയിട്ട് വരുന്നതാണ്. ബിക്കോസ് അസറ്റ്സും ലൈബിലിറ്റീസും എല്ലാം നമ്മുടെ ഓർഗനൈസേഷനിലുള്ളത് തന്നെയാണല്ലോ.
അതേപോലെ തന്നെ ഈ അസറ്റ്സ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് നമ്മളുടെ യൂസേജ് അനുസരിച്ച് നമ്മളുടെ ഒബ്ജക്റ്റീവ്സ്, ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ റിസ്ക് ബാലൻസ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള ഒരു റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ALM മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ വരുന്ന ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് വന്നിട്ട് നമ്മളുടെ ഏർണിങ്സ് മാക്സിമൈസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ ഒരു ക്യാപിറ്റലിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ലൈക്ക് നമ്മളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഏർണിങ്സും അതേപോലെ തന്നെ ക്യാപിറ്റൽ സ്റ്റെബിലിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആഡിക്വേറ്റ് ലിക്വിഡിറ്റിക്ക് എൻഷുർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റിസ്ക്കും റിവാർഡും തമ്മിലുള്ള ഒരു ബാലൻസും ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. then ഇതിന്റെ ഇമ്പോർട്ടൻസിലോട്ട് പോവുകയാണെങ്കിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ അസറ്റ്സ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അസറ്റ്സ് അവൈലബിൾ ആവുന്ന സമയത്ത് ആ അസറ്റ്സ് വെച്ചിട്ട് നമ്മൾ എത്രത്തോളം ഈ ലൈബിലിറ്റീസ് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് വേണ്ടിയിട്ട് നമ്മുടെ അതായത് ഒരു എക്സ്പെക്റ്റഡ് ഡ്യൂ ഡേറ്റിന്റെ ഉള്ളിൽ നമ്മൾ ലൈബിലിറ്റീസ് എല്ലാം കൊടുത്തു തീർക്കണമെന്ന് നമ്മൾ ഒരു ഡ്യൂ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ദെൻ റിസ്ക് എന്താണ് എന്നുള്ളത് നോക്കാനും അതേപോലെ തന്നെ ലിക്വിഡിറ്റി റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, ഇങ്ങനെ കുറേ റിസ്കുകൾ ഉണ്ടാകുമല്ലോ. ആ റിസ്ക് എല്ലാം മോണിറ്റർ ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസും അതേപോലെ തന്നെ അതിലൂടെ വരുന്ന റിസ്ക് എല്ലാം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ നമ്മുടെ ഒരു ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ കണ്ടിന്യൂസ് ബേസിസിൽ ഒരു ആഡിക്വേറ്റ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഹെൽപ്ഫുൾ ആണ്. then അതേപോലെ തന്നെ ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ് എന്ന് പറഞ്ഞു. ഇതിൽ തന്നെ നമുക്ക് ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു കോർഡിനേഷന് വേണ്ടിയിട്ടും സ്ട്രാറ്റജീസിന് വേണ്ടിയിട്ടും പ്ലാനിങ്ങിന് വേണ്ടിയിട്ടെല്ലാം നമുക്കിത് ഹെൽപ്ഫുൾ ആണ്. then അതേപോലെ തന്നെ ALM മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളുടെ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സസിന്റെ അലൊക്കേഷൻസിനും അതേപോലെ തന്നെ ലിക്വിഡിറ്റിക്കും പ്രോഫിറ്റബിലിറ്റിക്കും റിസ്ക് മിനിമൈസേഷന് വേണ്ടിയിട്ട് എല്ലാം കൂടി ഇത് നമുക്ക് യൂസ്ഫുൾ ആണ്. ദെൻ നമ്മളുടെ ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് പ്ലാനിങ്ങിനും ഗ്രോത്തിനും ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസിന്റെ മോണിറ്ററിങ്ങിനും ഹെൽപ്ഫുൾ ആണ്. ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വരാതെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റിലൂടെ തന്നെ എങ്ങനെയാണ് കടന്നു പോവേണ്ടത് എന്നുള്ളത് നോക്കാനൊക്കെ നമ്മളുടെ ALM മെത്തേഡ് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിന് മുന്നിൽ നിങ്ങൾ പഠിച്ച ഒരു കാര്യങ്ങളാണല്ലേ. ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്സും ടൈപ്സും ഒക്കെയാണ് നമുക്ക് ഇവിടെയും പറയുന്നത്. ഓക്കെ, സോ ദ FDI സിംപ്ലി റെഫേഴ്സ് ടു ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ഫോറിൻ കൺട്രി വേർ ഇൻ ദ ഇൻവെസ്റ്റേഴ്സ് റീറ്റെയിൻ കൺട്രോൾ ഓവർ ദ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് നമ്മുടെ FDI എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വെൻ എ കമ്പനി ഇൻവെസ്റ്റ് ഇൻ അനദർ കമ്പനി ഇൻ എ ഫോറിൻ ലാൻഡ് ദ ഇൻവെസ്റ്റ്മെന്റ് is said to be the foreign direct investment. Then the foreign direct investment is the investment is made by an individual or an organization in one country into a business located in another എന്നുള്ളതിനെയാണ് നമ്മളുടെ FDI എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷൻ അബ്രോഡിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ FDI എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്റർനാഷണൽ IMF പറയാണ് വെൻ എ ഇൻവെസ്റ്റർ ഹോൾഡ് 10% ഓർ മോർ ഓഫ് ഫോറിൻ കമ്പനി ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി FDI. ഓക്കെ, ഒരു പേഴ്സൺ 10% അതിൽ കൂടുതലോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മളുടെ FDI ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഓൾദോ എ ഹോൾഡിംഗ് of the 10% doesn't give an investors the controlling interest is does give the power to influence the management decision എന്ന് കൂടിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, then FDIയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഓർ ഫോംസ് ആണ് ഒന്ന് മെർജർ ആൻഡ് അക്വിസിഷനും ദെൻ ജോയിന്റ് വെഞ്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഹോളി ഓൺഡ് സബ്സിഡറീസ് ഉണ്ട്, ദെൻ കൺട്രോളിംഗ് ഷെയർസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ എന്ന് പറഞ്ഞാലോ മെർജേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി ഇന്നൊരു കമ്പനിയുമായിട്ട് മെർജ് ചെയ്യുന്നത്, ലൈക്ക് ഇന്ത്യൻ കമ്പനിയും ഒരു അമേരിക്കൻ കമ്പനിയും മെർജ് ചെയ്യുന്നതിനെയാണ് മെർജർ എന്ന് പറയുന്നത്. ദെൻ അക്വിസിഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു കമ്പനി ഇന്നൊരു കമ്പനിയെ അക്വയർ ചെയ്യുന്നതിനെയാണ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ജോയിന്റ് വെഞ്ചർ എന്ന് പറയുമ്പോൾ ഫോറിൻ കമ്പനിയും ഇന്ത്യൻ കമ്പനിയും ഒരുമിച്ച് ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് ജോയിന്റ് വെഞ്ചർ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും, ലൈക്ക് സെയിം നേച്ചറിൽ വരുന്ന ബിസിനസ് ചെയ്യുകയാണെങ്കിൽ. ദെൻ ഹോളി ഓൺഡ് സബ്സിഡറീസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ കമ്പനിയുടെ മൊത്ത ഷെയറും ഫോറിൻ കമ്പനി ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹോളി ഓൺഡ് സബ്സിഡറി എന്ന് പറയുന്നത്. ദെൻ കൺട്രോളിംഗ് ഷെയർസ് അല്ലെങ്കിൽ നമ്മൾ അതിന് വോട്ടിംഗ് ഷെയർസ് എന്ന് പറയും. ഇതിൽ വന്നിട്ട് ഒരു കമ്പനി നമ്മളുടെ ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് അക്വയർ ചെയ്യുന്ന ബേസിസിലോ അല്ലെങ്കിൽ ഓണർഷിപ്പ് എടുക്കുന്നതിന്റെ ബേസിസിലോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ കൺട്രോളിംഗ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ FDIയിൽ തന്നെ നമ്മൾക്ക് രണ്ട് ടൈപ്പ് ആയിട്ടുള്ള FDI ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നും ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നും രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ ഇതിനെ പറയുന്നുണ്ട്. ഇതിൽ ഈ ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഫോറിൻ എന്റർപ്രൈസസിൽ MNCs ക്രിയേറ്റ്
ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇതിനെയാണ് നമ്മുടെ ഈ ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഹിയർ ദി MNC സ്റ്റാർട്ട് എവറിത്തിങ് ഫ്രം സ്ക്രാച്ച്. ഇറ്റ് പുട്ട് അപ്പ് ഇൻ ദ ഓൺ ഫാക്ടറി ഇൻ ദ ഫോറിൻ കൺട്രി. It provides training to people to work in its factory, then organization. We can take the example of McDonald's, Starbucks എല്ലാം നമ്മളുടെ ഈ ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ദെൻ ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് പറയുകയാണെങ്കിലോ വെൻ MNC അക്വയർ ആൻ എക്സിസ്റ്റിംഗ് എന്റർപ്രൈസിനെ അക്വയർ ചെയ്യുകയാണെങ്കിൽ, എക്സിസ്റ്റിംഗ് എന്റർപ്രൈസ് ഇൻ അനദർ കൺട്രി ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂ കമ്പനി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഗ്രീൻ ഫീൽഡും, ബ്രൗൺ ഫീൽഡ് എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് കമ്പനിനെ അക്വയർ ചെയ്യുന്നതും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് FDI ആണ്. FDI മൊത്തം നമുക്ക് 4 ടൈപ്സ് ആണ് പറയുന്നത്. ഹൊറിസോണ്ടൽ FDI എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് അബ്രോഡ് സെയിം ഇൻഡസ്ട്രീസ് ആണെങ്കിൽ അതിനെയാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. ലൈക്ക് മെക്ഡൊണാൾഡ്സ്, നമ്മളുടെ ഒരു മെക്ഡൊണാൾഡ്സ് റെസ്റ്റോറൻറ്റ് കൊണ്ടുപോയിട്ട് ജപ്പാനിൽ ഓപ്പൺ ചെയ്യാണ്. പക്ഷെ സെയിം പ്രോഡക്റ്റ് തന്നെയാണല്ലോ മെക്ഡൊണാൾഡ്സിൽ ഇവിടെ എന്താണോ കൊടുക്കുന്നത് അതിനെ തന്നെ അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത്. അതാണ് ഈ ഹൊറിസോണ്ടൽ FDI എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വേർട്ടിക്കൽ FDI ആണെങ്കിൽ ഡിഫറെന്റ് പ്രോഡക്ട്സ് ആണ്. ഓക്കെ, മെക്ഡൊണാൾഡ്സ് could purchase a large scale firm in the Canada to produce meat for their restaurant. അങ്ങനെയാണെങ്കിൽ അത് നമ്മളുടെ വേർട്ടിക്കൽ FDI ആയിട്ടാണ് നമ്മളത് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് കോൺഗ്ലറമേറ്റ് ആണ്. കോൺഗ്ലറമേറ്റ് എന്ന് പറയുമ്പോൾ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഈ കോൺഗ്ലറമേറ്റ് എന്ന് പറയുന്നത്. യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. ഓക്കെ, ഈ വാൾമാർട്ടും അതേപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സും ഇവർ തമ്മിലുള്ള ഒരു FDI ഒരു കമ്പനി ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ കോൺഗ്ലറമേറ്റ് എന്ന് പറയും. ദെൻ പ്ലാറ്റ്ഫോം FDI ആണെങ്കിൽ ബിസിനസ് വന്നിട്ട് ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്തോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, ഫോറിൻ കൺട്രീസിൽ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നതായിരിക്കും. പക്ഷെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് ആർ എക്സ്പോർട്ടഡ് ടു ദ തേർഡ് കൺട്രി. അതായത് രണ്ട് ബിസിനസ് ചെയ്യാണ്. A എന്നുള്ള കമ്പനിയും B എന്നുള്ള ഒരു കമ്പനിയും B എന്നുള്ള രണ്ട് കമ്പനീസും ബിസിനസ് ചെയ്യാണ്. പക്ഷെ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നതെല്ലാം വേറൊരു കമ്പനിയിലോട്ടെന്നാകുമ്പോൾ അതിനെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം FDI എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ബെനിഫിറ്റ്സ് ആൻഡ് കോസ്റ്റ് ഓർ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓർ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് FDI എന്നാണ് പറയുന്നത്. അതിൽ ആദ്യം വരുന്നത് ഹോം കൺട്രിക്കും ബെനിഫിറ്റ് ഉണ്ട്, ഹോസ്റ്റ് കൺട്രിക്കും ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ, ഹോം കൺട്രി എന്ന് പറയുമ്പോൾ എവിടെയാണോ ആ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എവിടെയാണോ ആ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഈ ഹോം കൺട്രി എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ലൈക്ക് ഇപ്പൊ നമ്മളുടെയാണ് മാനുഫാക്ചറിങ് കൺസേൺ ഇവിടെയാണുള്ളത്, ഇവിടുത്തെ കമ്പനീസ് ആണ്. ഇവിടുത്തെ പ്രോഡക്റ്റ് നമ്മൾ അമേരിക്കയിലോട്ട് കൊടുക്കുകയാണ്. അപ്പൊ അവിടുത്തെ ഡോളർ ആയിരിക്കും ഇങ്ങോട്ട് വരുന്നത്. സോ ഇത് പറയുന്നത് എന്താണ്, നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിന് ഹെൽപ്ഫുൾ ആണ്. ദെൻ ഇംപ്രൂവ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഓപ്ഷൻ എന്ന് പറയുന്നതും നമ്മളുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഓൾസോ ബെനിഫിറ്റ് ആണല്ലോ. ഫോറിൻ സബ്സിഡീസും കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് വരികയാണ് എന്നാണെങ്കിൽ. ദെൻ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ദെൻ അതേപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിന്, ബിക്കോസ് ഇവിടുത്തെ വ്യക്തികളുടെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് അവരുടെ ഇന്നോവേറ്റീവ്സ് ഐഡിയാസ് കണ്ടിട്ട് ഒരു USA കമ്പനി ചോദിക്കാതെ ഇവിടുത്തെ എംപ്ലോയീസിനെ വേണം എന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ വ്യക്തികൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ദാറ്റ് ഇസ് ക്രിയേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ദെൻ അക്വിസിഷൻ സ്കിൽസിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ടൈസിന് വേണ്ടിയിട്ടെല്ലാം നമുക്ക് ഹോം കൺട്രിയിലൂടെ ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് FDI നിൽക്കുന്നത്. ദെൻ ഹോസ്റ്റ് കൺട്രി ആണെങ്കിലോ ഹോസ്റ്റ് കൺട്രീസിന് ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ കോൺട്രിബ്യൂഷൻ ടു ദ എക്കോണമിയാണ്. എക്കോണമിയിൽ വരുന്ന കോൺട്രിബ്യൂഷനാണ് നമുക്ക് മേജർ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻസ് ആയിട്ട് വരുന്നത്. ജോബ്സ്, അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കാൻ പറ്റും. ലൈക്ക് എഡ്യൂക്കേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ തന്നെ നമുക്കറിയാം ഇവിടുത്തെ കുറേ സ്റ്റുഡൻസ് ഇവിടെ ഉള്ളതിനെക്കാട്ടിലും കുറേ പേര് അബ്രോഡിലോട്ട് പോയി അല്ലേ. സോ അതെല്ലാം നമ്മളുടെ ഈ കുറേ ഫോറിൻ കമ്പനീസും അതേപോലെ തന്നെ ഫോറിനേഴ്സിന്റെ എഡ്യൂക്കേഷൻ പോളിസി കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നതിലൂടെയും അവിടെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ വരുന്നത് കൂടിയാണ് അതെല്ലാം നടക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ബ്രിങ് സ്കേഴ്സ് ഫോറിൻ എക്സ്ചേഞ്ച്. ഒരു സ്കേഴ്സ് റിസോഴ്സസ് ആയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് വരുന്ന സമയത്ത് ഡൊമസ്റ്റിക് സേവിങ്സ് എന്ന് പറയുന്നത് റിമൈൻ ഐറ്റിലായിട്ട് തന്നെയാവും ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇതെന്ന് പറയാൻ നമ്മളൊരു സ്റ്റേബിൾ ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റിലോട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ടും സാധിക്കും. ലൈക്ക് സേവിങ്സിലൂടെയാണ് ഇത് പറയുന്നത്. ഓക്കെ,
ദെൻ ജോബ് ക്രിയേഷന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ ഒരു എക്കണോമിക് അതേപോലെ തന്നെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഗവൺമെന്റ് ബഡ്ജറ്റ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെന്റിന്, ബാക്ക്ഗ്രൗണ്ട് ഏരിയാസിന്റെ ഡെവലപ്മെന്റിന്, ദെൻ കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന്റെ ക്രിയേഷന് വേണ്ടിയിട്ട്, ഇതിനെല്ലാത്തിനും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടാണ് ഹോസ്റ്റ് കൺട്രിക്ക് നിൽക്കുന്നത്. ദെൻ ഈ ഹോം കൺട്രിക്ക് ബെനിഫിറ്റ് ഉള്ള പോലെ തന്നെ കുറച്ച് കോസ്റ്റും ഉണ്ടാവും അല്ലേ. കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് വന്നിട്ട് നമ്മുടെ ഔട്ട്ഫ്ലോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഔട്ട്ഫ്ലോസ് ആണ് നമ്മുടെ ഇവിടുത്തെ മേജർ ആയിട്ടൊരു കോസ്റ്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ സ്കിൽഡ് ആയിട്ടുള്ള മാൻ പവേഴ്സും അതേപോലെ തന്നെ മാനേജറൽ പ്രൊഫഷണൽസ് എല്ലാം ഇവിടെ ശമ്പളം ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ ഇവിടുത്തെ നമുക്കത് വലിയൊരു ലോസ് തന്നെയാണ് അല്ലേ. ദെൻ അതേപോലെ തന്നെ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഹോസ്റ്റ് ഗവൺമെന്റ് ആൻഡ് ഹോം ഗവൺമെന്റ്, രണ്ട് ഗവൺമെന്റ് തമ്മിലുള്ള പോളിസീസിലോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചിലോ വല്ല പ്രോബ്ലംസ് വന്നാൽ അവർ രണ്ടാളും തമ്മിലുള്ള അടി. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് അഫക്ട് കറണ്ട് അക്കൗണ്ട് പൊസിഷൻ. നമ്മളുടെ ഇപ്പോഴത്തെ കറണ്ട് അക്കൗണ്ട് പൊസിഷനെ അഫക്ട് ചെയ്യുന്ന രീതിയിലോട്ട് വരുന്ന സബ്സിഡീസും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇതേപോലെ തന്നെ ഹോസ്റ്റ് കൺട്രിക്കും കുറച്ച് കോസ്റ്റോ ഡിസഡ്വാൻറ്റേജസോ വരുന്നുണ്ട്. ഒന്ന് വന്നിട്ട് നമ്മുടെ കോമ്പറ്റീഷൻ ഇൻക്രീസ് ആകും. ഓക്കെ, കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ നാഷണൽ സോവേജിറ്റി എന്ന് പറയുന്നത് ഒരു കോസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ദെൻ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് കമ്പനീസിനെ അഫക്ട് ചെയ്യും. ദെൻ നമ്മുടെ ബാലൻസ് ഓഫ് ട്രേഡിന് ഒരു അൺഫേവറബിൾ സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഹോസ്റ്റ് കൺട്രിക്ക്. ദെൻ നോ ലോർജ് എംപ്ലോയ്മെന്റ്, എല്ലാവർക്കും എംപ്ലോയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും എല്ലാ കാലവും കൊടുത്തോണ്ടേയിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതൊരു എംപ്ലോയ്മെന്റ് പ്രശ്നമായിട്ടും വരും. ദെൻ അതേപോലെ തന്നെ നോംസിൽ എന്തെങ്കിലുമൊക്കെ വയലേഷൻസ് കൊണ്ടുവരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ദെൻ ഹാമ്പേഴ്സ് ദ കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രോഫിറ്റബിൾ ഏരിയാസ് ഓൺലി, പ്രോഫിറ്റബിൾ ഏരിയാസിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന കുറെ കമ്പനീസ് ഉണ്ട്. ദെൻ അതേപോലെ തന്നെ ഔട്ട്ഡേറ്റഡ് ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് വരുന്ന പ്രോബ്ലംസ്. ദെൻ പുവർ കൺട്രീസിൽ വരുന്ന എക്സ്പ്ലോട്ടേഷൻസ്. ദെൻ അതേപോലെ തന്നെ ഓട്ടോണമി ആൻഡ് കൺട്രോൾ ഓഫ് ദ ഹോസ്റ്റ് കൺട്രീസ്. ദെൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇംപ്ലിക്കേഷൻസ് എന്നുള്ളതൊക്കെ നമ്മളുടെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ കോട്ടേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ഡിസപ്പിയറൻസ്, വലിയ വലിയ കമ്പനീസ് വരുന്നത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ ബിസിനസ് എല്ലാം ഇല്ലാതെ തന്നെ പോകുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ പൊല്യൂഷൻ, കുറേ കമ്പനീസ് വരുന്നതെന്നാണെങ്കിൽ കുറേ കമ്പനീസ് പൊല്യൂഷൻ അല്ലെങ്കിൽ കെമിക്കൽസ് കുറേ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറേ കമ്പനികൾ അടച്ചു പൂട്ടേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതല്ലാതെ ഈ കമ്പനീസിന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ അട്ടിമറികൾ നടന്ന് ആ കമ്പനീസ് മുന്നോട്ട് പോകാനും അതിൽ വരുന്ന പൊല്യൂഷൻസ് എക്കോണമിനെ അഫക്ട് ചെയ്യാനായിട്ടുള്ള റീസൺ ആവുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്ചേഞ്ചിൽ വരുന്ന ക്രൈസിസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു അട്രാക്ട് FDI, അതായത് FDIനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യസ് എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം എന്നാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ആ ഒരു 20 പോയിന്റ്സ് പറയുന്നുണ്ട്. നിങ്ങളൊരു 10-15 പോയിന്റ്സ് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ പറയുന്നതാണ് നമ്മളുടെ ഈ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പെർമിഷൻസ് ഉണ്ടാകുമല്ലോ ഫോറിൻ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻസിന് വേണ്ടിയിട്ടുള്ള, അതെല്ലാം നമ്മളുടെ ഈ ഒരു 51% ആയിട്ട് ഹൈ ടെക്നോളജി അതേപോലെ തന്നെ ഹൈ ഇൻവെസ്റ്റ്മെന്റ് ഇതെല്ലാം നമുക്ക് അതിൻ്റെതായിട്ട് ഒരു ഗ്രാൻറ്റിങ് ഓട്ടോമാറ്റിക്കലി കൊടുക്കുന്ന പോലെ നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഫോറിൻ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻസിനെ നമ്മൾ അപ് ടു 51% ആക്കിയിട്ട് മാറ്റാം. അതേപോലെ തന്നെ MNCs ഒക്കെ വരുന്ന സമയത്ത് നമ്മളുടെ വിത്ത് എഫക്ട് 14th May 1992 ആ ഒരു എഫക്റ്റിന്റെ ബേസിസിൽ MNCസിനെല്ലാം നമ്മൾ അലോ ചെയ്യാം. അതേപോലെ തന്നെ ഫോറിൻ ഇക്വിറ്റിന്റെ പവർ പ്ലാനറ്റ് സെറ്റപ്പിന് വേണ്ടിയിട്ട് നമുക്ക് 100% ഒരു ഫ്രീ ആയിട്ടുള്ളൊരു റെപ്യൂട്ടേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ 100% ഇക്വിറ്റി കോൺട്രിബ്യൂഷൻസ് NRIയിലും കോർപ്പറേറ്റ് ബോഡീസിലും നമുക്ക് ഓൺ ചെയ്യാൻ കൊടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് നമ്മളുടെ ഡിസ്ഇൻവെസ്റ്റ് മാർക്കറ്റ് റേറ്റ് വരുന്ന സമയത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ളതിന്റെ ബേസിസിൽ September 15, 1992 വന്നൊരു ആക്ട് ഉണ്ട്. അതിന്റെ ബേസിസിൽ നമുക്ക് ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് അലോ ചെയ്യാം. ദെൻ ഹോൾഡിംഗ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിനെ നമ്മൾ 100% ഇക്വിറ്റി അപ് ടു എന്നുള്ളതിന്റെ ബേസിസിലാക്കാം. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് നമ്മൾക്ക് 100% ഓപ്പറേറ്റിംഗ് സബ്സിഡറീസ് കൊടുക്കാം. ദെൻ പ്രൈവറ്റ് സെക്ടേഴ്സിന് FDIയിൽ 49% അപ് ടു 49% നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 100% FDI നമുക്ക് പെർമിറ്റ് ചെയ്യാം, മറ്റേ നമ്മുടെ B2B ബിസിനസ്സിന് വേണ്ടിയിട്ടെല്ലാം. അതേപോലെ തന്നെ നമുക്ക് ഓഫ് ഷോർ അതേപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് ഇതെല്ലാം നമ്മളുടെ SBIന്റെ റെഗുലേഷൻസിന്റെ ബേസിസിൽ കൊടുക്കാം. അതേപോലെ തന്നെ അപ് ടു 26% ഇൻഷുറൻസ് കമ്പനീസിന് കൊടുക്കാം. അതേപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് FII അവർക്കെല്ലാം നമുക്ക് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ പെർമിഷൻ കൊടുക്കാം. അതേപോലെ തന്നെ GDR എന്ന് പറയുന്നത് നമ്മൾ വിത്തൗട്ട് എനി
ലോക്ക് ഇൻ ദ പീരിയഡിന്റെ ബേസിസിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ ഫെമ ആക്ടിന്റെ ബേസിസിലൊക്കെ വരുന്ന സമയത്ത് വിത്ത് മോർ ദാൻ 40% ഫോറിൻ ഇക്വിറ്റിന്റെ ബേസിസിൽ നമുക്ക് ഫുള്ളി ഓൺഡ് ഇന്ത്യൻ കമ്പനീസ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് പെർമിഷൻ നമ്മുടെ ഫോറിൻ ടെക്നോളജി അഗ്രിമെന്റ്സിനെല്ലാം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും, സീഡിങ്ങിനും അതേപോലെ തന്നെ ഹൈ പ്രയോറിറ്റി ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട്. ദെൻ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡിന് വേണ്ടിയിട്ട് നമുക്കൊരു അവരുടേതായിട്ടുള്ള ഒരു ഫെസിലിറ്റേറ്റ് അതേപോലെ തന്നെ പ്രൊമോട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ ഇന്ത്യ മൾട്ടിലേറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് അതേപോലെ തന്നെ ഗ്യാരണ്ടി ഏജൻസി പ്രോട്ടോകോൾ അതേപോലെ തന്നെ നമ്മളുടെ ഈ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് April 13, 1992 വന്ന ഒരു ഇതിന്റെ ബേസിസിൽ നമുക്ക് സൈൻ ചെയ്ത് കൊടുക്കാം എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് നമ്മളുടെ FDI എവിടെയൊക്കെയാണ് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രൊഹിബിറ്റ് ചെയ്ത ഒരു സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ലോട്ടറീസ്, ചിറ്റ് ഫണ്ട്സ്, നിധി കമ്പനീസ്, ഗാംബ്ലിംഗ് ആൻഡ് ഗെയിമിംഗ്, അതേപോലെ തന്നെ ട്രേഡിംഗ് ഇൻ ട്രാൻസ്ഫറബിൾ ഡെവലപ്മെന്റ് റൈറ്റ്സ്, ദെൻ ഡീലിംഗ് വിച്ച് ആർ കൺസിഡേർഡ് ആസ് ദ റിയൽ എസ്റ്റേറ്റ് ഓർ ബിസിനസ് ഓർ കൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ, ഓട്ടോമാറ്റിക് എനർജീസിൽ, ദെൻ ഓപ്പറേഷൻ ഇൻ റെയിൽവേ ബിസിനസ്, ഈ ഏരിയസിലല്ല നമ്മുടെ FDI എന്ന് പറയുന്നത് പ്രൊഹിബിറ്റഡ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് FPI ആണ്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ FPI is the form of investment whereas investors hold assets and securities outside their country. This investment could include stock, bonds, exchange. ഇതെല്ലാം നമ്മളുടെ FPI ആണൊക്കെ ഔട്ട്സൈഡ് ദ കൺട്രിയിലോട്ട് വരുന്നതാണ് നമ്മുടെ FPI എന്ന് പറയുന്നത്. അതേപോലെ തന്നെ IMF നമ്മൾക്ക് പറയുന്നുണ്ട് the portfolio investment is defined as the cross border transaction and position involve debt or equity securities other than those included in the ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓർ റിസർവ് അസറ്റ്സ് എന്നുള്ളതാണ് നമ്മുടെ FPI എന്ന് പറയുന്നത്. FPI ഇൻവെസ്റ്റ്മെന്റ് ഇസ് ദ ഷെയർസ്, ബോൺസ്, ഡിബഞ്ചേഴ്സ്, ഇതെല്ലാമാണ് നമ്മൾക്ക് വരുന്നത്. ഓക്കെ, ദെൻ ഈ FPIയിൽ നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സിനും അഡ്വാൻറ്റേജസ് ഉണ്ട്, അതേപോലെ തന്നെ ഹോസ്റ്റ് കൺട്രീസിനും അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ഇന്റർനാഷണൽ ക്രെഡിറ്റിന് വേണ്ടിയിട്ട്, ദെൻ ബെനിഫിറ്റ് ഫ്രം ദ എക്സ്ചേഞ്ച് റേറ്റ്സ്, ദെൻ ആക്സസ് ടു ദ ലാർജ് മാർക്കറ്റ്, ദെൻ ലിക്വിഡിറ്റി, ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്. ദെൻ ഹോസ്റ്റ് കൺട്രിക്കാണെങ്കിൽ ലോ കോസ്റ്റ് ആണ്, അതേപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റിന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ മാർക്കറ്റിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാരക്ടർ കൊടുക്കാൻ പറ്റും, അതേപോലെ തന്നെ നമ്മുടെ ഫോറിൻ കറൻസി റിസർവ്സിനെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്റ്റ് കൺട്രിക്ക് വരുന്ന അഡ്വാൻറ്റേജസ്. ഡിസ്അഡ്വാൻറ്റേജസ് ആണെങ്കിലോ ഇൻവെസ്റ്റേഴ്സിന് ഒന്ന് നമ്മുടെ പൊളിറ്റിക്കൽ റിസ്ക് ആണ്, ദെൻ പ്രൈസ് വൊലാറ്റിലിറ്റി ഒരു റിസ്ക് ആണ്, എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന റിസ്ക്, അതേപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷനിൽ വരുന്ന റിസ്ക്, ഇതൊക്കെയാണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്. ഹോസ്റ്റ് കൺട്രിക്ക് ഒരു അൺപ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു നേച്ചർ അസറ്റ്സും അതേപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന ഇമ്പാക്ട്സ് ആണ് അവർക്ക് വരുന്ന ഒരു ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ FDIയും FPIയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. FDI എന്ന് പറയുകയാണെങ്കിൽ FDI refers to the investment made by the foreign investors to obtain the substantial interest in the enterprise located in the different countries എന്നുള്ളതാണ് FDI എന്ന് പറയുന്നത്. FPI ആണെങ്കിൽ നമ്മുടെ ഈ ഷെയർസ്, ബോൺസ്, ഡിബഞ്ചേഴ്സ് എക്സെട്ര ഇതെല്ലാം നമ്മുടെ ഫോറിൻ കൺട്രീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്, ഫോറിൻ കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മുടെ FPI എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ FDI എന്ന് പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്, FPI ഷോർട്ട് ടേം ആണ്, FDI ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, FPI ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. FDI എന്ന് പറയുന്നത് കുറച്ച് എക്സിസ്റ്റ് ഡിഫിക്കൽട്ട് ആണ്, എൻട്രി ആൻഡ് എക്സിസ്റ്റ് ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ FPIയിൽ FDIനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ച് ഈസിയാണ്. ഓക്കെ, അതേപോലെ തന്നെ റിസൾട്ട്സ് ഇൻ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്, ടെക്നോളജി ആൻഡ് അതർ സോഴ്സസ് ഒക്കെയാണ് FDIയിൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. പക്ഷെ FPIയിൽ ക്യാപിറ്റൽ ഇൻഫ്ലോസ് മാത്രമാണ്. then അതേപോലെ തന്നെ FDI എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിനെയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ FPIയിൽ ഇൻവെസ്റ്റേഴ്സ് യൂഷ്വലി അത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് ഇവിടെ ഉള്ളത്. ദെൻ FDI എന്ന് പറയുമ്പോൾ സൈസ് ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ് ഇസ് ലാർജ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഇൻ 1 or 2 വെഞ്ചേഴ്സിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ FPI ആണെങ്കിലോ FPIയിൽ സ്മോൾ ഇൻവെസ്റ്റ്മെന്റ് ആണ്, സെവറൽ എൻറ്റിറ്റീസ് ആകും. ഓക്കെ, സെവറൽ എൻറ്റിറ്റീസിലൂടെയാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളും നടത്തുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ FPIയും FDIയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ 4th മൊഡ്യൂളിൽ നിങ്ങൾക്ക് മേജർ ആയിട്ട് വരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്.